ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം വളരെ നിങ്ങളുടെ സ്റ്റഡീസിലൊക്കെ ആയിട്ട് വളരെ എന്തുവാ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയണമെന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മോസ്റ്റ് പ്രോബബ്ലി സ്റ്റുഡൻസ് ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്? വാട്ട് ഈസ് സിംപ്ലി എഡ്യൂക്കേഷൻ മീൻസ്? അറിയാവോ ആർക്കെങ്കിലും? എന്തിനാണ് നമ്മൾ എന്താണ് എഡ്യൂക്കേഷന് എന്താണ് ഇമ്പോർട്ടൻസ്? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹ്യൂമന്റെ ബ്രെയിനിലോട്ട് ഇങ്ങനെ ചുമ്മാ ഇൻഫർമേഷൻ ഇങ്ങനെ കുത്തിത്തിരികുന്നതല്ല യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ഹാവ് മാൻ മേക്കിംഗ്, ക്യാരക്ടർ മേക്കിംഗ് ആൻഡ് ഓൾസോ ലൈഫ് ബിൽഡിംഗ് അക്യുമുലേഷൻ ഓഫ് ഐഡിയാസ്. അതായത് നമ്മുടെ ലൈഫിന് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആശയങ്ങളുടെ ഒരു കൂട്ടം. ഈ ലൈഫ് ബിൽഡിംഗ് എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങൾ, മീനിങ് അതിലുണ്ട്. ഓൺലി ദെൻ ബൈ മീൻസ് ഓഫ് ദാറ്റ് എഡ്യൂക്കേഷൻ നമുക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ഗെയിൻ ചെയ്യാൻ പറ്റുന്നു. ഫസ്റ്റ്ലി, പൊതുവെ ജനറലി എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഒബ്സെസ്ഡ് വിത്ത് മാർക്സ്. ലൈക്ക് യുവർ ഹോൾ വർത്ത് എന്ന് പറയുന്നത് ബിക്കംസ് എ നമ്പർ ഓൺ എ റിപ്പോർട്ട് കാർഡ്, അല്ലെ? നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. ഡസൻ മാറ്റർ ഇഫ് യു ആർ ക്രിയേറ്റീവ്, അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കാൻ ഗുഡാണ്, അല്ലെങ്കിൽ ഐഡിയാസ് യു ആർ ഇഫ് യു ആർ ഗ്രേറ്റ് വിത്ത് ഐഡിയാസ്. പക്ഷേ ഇഫ് മാർക്സ് ലോ, പീപ്പിൾ ലുക്ക് ഡൗൺ ഓൺ യു. നമ്മൾ എന്താണ് ആൻസർ മെമ്മറൈസ് ചെയ്ത് കാണാപ്പാടം പഠിക്കുന്നു, അത് വൊമിറ്റ് ദം ഇൻ എക്സാമിൽ നമ്മളത് അതേപോലെ തിരിച്ചെഴുതി വെക്കുന്നു. ആൻഡ് ഫോർഗെറ്റിംഗ് എവറിത്തിങ് ഇൻ എ വീക്ക്, ഒരാഴ്ചയിൽ തന്നെ അതെല്ലാം മറന്നു പോകുന്നു. വെരി ലിറ്റിൽ ആക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ്? പക്ഷേ ഹാഫ് ദ ടൈം വി ഡോണ്ട് ഈവൻ നോ എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത് എന്നുള്ളത്. പ്രഷർ ആണെങ്കിലോ ഇൻസ്റ്റെയിൻ, പേരൻസിന്ന്, റിലേറ്റീവ്സിന്ന്, ടീച്ചറിന്ന്, സൊസൈറ്റിന്ന്, എല്ലാവർക്കും റിസൾട്ട്സ് വേണം. നോ വൺ ആസ്ക്സ് ഇഫ് യു ആർ ഓക്കെ. മാനസികാരോഗ്യത്തിനെ കുറിച്ചാണെങ്കിൽ അതെന്താണെന്ന് ചോദിക്കുക, അതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ല. പക്ഷേ റിയൽ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ഓൺലി ബുക്കിഷ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് ഇൻ വിച്ച് യു ക്യാൻ ലേൺ ഇൻ എവറി വേ ഓഫ് ലൈഫ്. അതായത് അത് ബുക്കുകളിൽ മാത്രം കേവലം ഒതുങ്ങുന്ന ഒരു കാര്യം അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മാർക്സ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ ദേ ആർ നോട്ട് ദ ഓൺലി മെഷർ ഓഫ് എ പേഴ്സൺ. എഡ്യൂക്കേഷൻ ഷുഡ് ഹെൽപ്പ് അസ് തിങ്ക്, നമ്മളെ ചിന്തിക്കാൻ സഹായിക്കും, നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സഹായിക്കും, നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. മനസ്സിലായോ? മോർ ഓവർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്, ഇറ്റ് ഹെൽപ്സ് അസ് ടു ഗ്രോ ആസ് എ ഹ്യൂമൻ ബീങ്. എക്സാംസ് എന്ന് പറയുന്നത് ലേണിംഗിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ പർപ്പസ് ഓഫ് ലേണിംഗ്, മനസ്സിലാക്കുക. അതുപോലെ പരാജയങ്ങൾ നമുക്ക് ഈ പഠനത്തിനിടയിലും എന്താണ് പറയുന്ന സമയത്ത് നമുക്ക് പല പരാജയങ്ങളും നേരിടും. പക്ഷേ ലേണിംഗ് കംസ് ഫ്രം ഫെയിലിയർ. വിത്തൗട്ട് വി ആർ നത്തിങ്. മനസ്സിലാക്കുക, ഫെയിലിയറിൽ നിന്നാണ് നമ്മൾ ഓരോന്നും പഠിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രഷറുകളിലൂടെയാണ് സ്കൂൾ ലൈഫ് ആയാലും ട്യൂഷൻ ലൈഫ് വാട്ടെവർ നിങ്ങൾ പോകുന്നത്. ഈ പ്രഷറിനെ നമുക്ക് ആസ് എ സ്റ്റുഡന്റ് എങ്ങനെ ഓവർകം ചെയ്യാം? നിങ്ങൾക്ക് സൊസൈറ്റിയെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, മേ ബി റിലേറ്റീവ്സിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കുറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, അതെല്ലാം സർവൈവ് ചെയ്യണം. അങ്ങനെ എല്ലാം സർവൈവ് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ റിയൽ ഹീറോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹൗ ക്യാൻ ബി ഓവർകം ദിസ് പ്രഷർ? നമ്മൾ എന്നുള്ള നിലയിൽ ആസ് എ സ്റ്റുഡന്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്ന്, സെപ്പറേറ്റ് യുവർ സെൽഫ് വർത്ത് ഫ്രം യുവർ മാർക്സ്. അതായത് നിങ്ങളുടെ മാർക്കുകളല്ല നിങ്ങളുടെ ആ ഒരു സെൽഫ് വർത്തിനെ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കുക ആദ്യം. മാർക്ക് എന്ന് പറയുന്നത് കേവലം ഒരു എക്സാമിലെ മെഷർ മാത്രമാണ്. അത് നിങ്ങളുടെ ഇന്റലിജൻസിനെയോ, നിങ്ങളുടെ ക്രിയാത്മകതയെയോ, നിങ്ങളുടെ കൈൻഡ്നെസ്, നിങ്ങളുടെ എമ്പതിയെയോ, നിങ്ങളുടെ ലീഡർഷിപ്പിനെയോ, നിങ്ങളുടെ പൊട്ടൻഷ്യലിനെയോ ഒരിക്കലും മെഷർ ചെയ്യുന്നില്ല. ഫോക്കസ് ഓൺ ലേണിംഗ്, നോട്ട് ഓൺലി സ്കോറിംഗ്. അടുത്ത പോയിന്റ് ആണ്. അതായത് നിങ്ങളോട് ചോദിക്കാം, ഞാൻ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ഞാൻ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? കാരണം കാണാപ്പാഠം ചുമ്മാ പഠിക്കുന്നതിനേക്കാൾ മനസ്സിലാക്കി പഠിക്കുന്നത് ക്യാൻ റെഡ്യൂസ് സ്ട്രെസ്. പിന്നെ നിങ്ങൾ നേരിടുന്ന ഒരു വളരെ വലിയ പ്രശ്നമാണ് കമ്പാരിസൺ. മനസ്സിലാക്കുക, ലൈക്ക് ഞാനും അതിനൊരു വിക്ടിമായിരുന്നു. പക്ഷെ ലേറ്റർ ഞാൻ റിയലൈസ് ചെയ്തു. നിങ്ങളിട്ട് ഞാൻ ഇപ്പോഴേ പറയുകയാണ്, കാരണം ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ടു യുവർ സെൽഫ്. അതായത്
ടോപ്പേഴ്സിൻ്റെയോ മറ്റ് ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളോടെയോ ഒന്നുമല്ല നിങ്ങൾ കമ്പയർ ചെയ്യരുത്. കമ്പയർ വിത്ത് യുവർ സെൽഫ്. നിങ്ങളായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ DB ക്ലബിൽ തന്നെ ഒരുപാട് കോൺസെൻട്രേഷൻ ഗെയിംസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ എനിക്കാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഷൂ ടേബിൾ എടുക്കുകയാണെന്ന് വെച്ചോ. ഇപ്പൊ ഞാൻ കളിക്കുകയാണ്. കളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 28 സെക്കൻഡ് ആണെന്ന് വെച്ചോ. ഒരു ടേബിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ 28 സെക്കൻഡ്സ് എടുക്കുന്നു. അപ്പൊ അതേ സ്ഥലത്ത് വേറൊരാള് 16 സെക്കൻഡ് ചെയ്തു, 15 സെക്കൻഡ് ചെയ്തു. അയ്യോ, ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു, ഞാൻ എത്രയും പൊട്ടയാണോ എന്ന് ചിന്തിക്കാതെ ഞാൻ 28 സെക്കൻഡിൽ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി 27 സെക്കൻഡ് അതിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യും, അതാണ് എന്റെ ടാർഗറ്റ്. എന്നിട്ട് നമ്മൾ പലവട്ടം ട്രൈ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. അറ്റ് ലാസ്റ്റ് നമുക്കത് കിട്ടും. നമ്മളത് കംപ്ലീറ്റ് 28 എന്നുള്ളത് 27 നമ്മൾ ചെയ്യും. നമുക്കപ്പോൾ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇനി ഞാൻ 25 സെക്കൻഡിൽ ചെയ്യും. കുറെ തവണ ട്രൈ ചെയ്യും, കിട്ടത്തില്ല, വീണ്ടും ട്രൈ ചെയ്യും, വീണ്ടും ട്രൈ ചെയ്യും, പ്രാക്ടീസ് ചെയ്യും, വിട്ടുകൊടുക്കരുത്. 25 കിട്ടും. കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. ദാറ്റ് സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് വിൽ ഗിവ് യു എ ഹ്യൂജ് ബ്ലാസ്റ്റ് ഓഫ് കോൺഫിഡൻസ്. നമ്മളായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ വേറെ ആരെയും നമ്മുടെ പരിസരത്തോലും അടുപ്പിക്കരുത്. അതാണ് നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ 4ാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഹാവ് സ്കിൽസ് ഔട്ട്സൈഡ് അക്കാഡമിക്സ്. അതായത് സ്പോർട്സ്, ചില കുട്ടികൾക്ക് സ്പോർട്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, അല്ലെങ്കിൽ ആർട്സ്, മ്യൂസിക് എക്സെട്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നമുക്കൊരു സ്കിൽ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു, എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മ്യൂസിക് പാടാൻ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു ഡ്രോയിങ് ചെയ്യാൻ എനിക്ക് ഒരു ടാലന്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇറ്റ് റിമൈൻഡ്സ് യു ദാറ്റ് യു ആർ മോർ ദാൻ എ റിപ്പോർട്ട് കാർഡ്. നിങ്ങൾ ഒരു മാർക്ക് ഷീറ്റിൽ വിലയിരുത്താനുള്ള ആളല്ല, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കാർഡിലെ നമ്പർ അനുസരിച്ച് വിലയിരുത്താനുള്ള ഒരാളല്ല എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നും. ആൻഡ് അത് എന്ന് പറയുന്നത് മോനെ ഭയങ്കര ഒരു സംഭവമാണ്. നിങ്ങൾക്ക് വീണ്ടും വളരാനുള്ള ഒരു പ്രചോദനം അത് തരും. സോ കൂടുതൽ എക്സ്പോഷർ കൊടുക്കുക, ട്രൈ ചെയ്യുക, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ അപ്പൊ അറിയാലോ, ഒരുപാട് പ്രഷറുകളുണ്ട്. അങ്ങനെയൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സ്കൂളിലാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റഡി റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഞങ്ങൾ മെന്റേഴ്സ് റെഡി ഫോർ ദാറ്റ്. യു ക്യാൻ ഷെയർ യുവർ കൺസേൺസ് എയ്തർ വിത്ത് യുവർ പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്. ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം നമ്മൾ ഈ അകത്ത് വെച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഈ പ്രഷർ, സ്ട്രെസ് ഒക്കെ കൂടിയിട്ട് വേറെ പല കാര്യങ്ങളിലോട്ടും അത് പോകുന്നത്. അത് വേറെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു റിലീഫ് ആയിരിക്കും. പിന്നെ എനിക്ക് പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, ഈ എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്രധാനമായിട്ടും ബുക്കിഷിന്റെ ഇതിലായിരിക്കും, പക്ഷെ അതല്ല, എല്ലാത്തിന്റെ കൂടെയും എന്താ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. നല്ലതുപോലെ സ്ലീപ്പ് ചെയ്യുക, എക്സസൈസ്, കുറച്ച് ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യാം, ഇടയ്ക്ക് വെളിയിലൊക്കെ പോയി കാറ്റൊക്കെ കൊള്ളാം. പിന്നെ എന്താണ്, പഠിക്കുമ്പോൾ ഇടയ്ക്ക് ഷോർട്ട് ബ്രേക്സ് ഒക്കെ എടുക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിലിടയ്ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് സ്റ്റഡി ചെയ്യുന്നതിനിടയിൽ ടേക്ക് ഷോർട്ട് ബ്രേക്സ് നമുക്ക് എടുക്കാം. പലതരത്തിലുള്ള സ്റ്റഡി ടെക്നിക്സ് ഉപയോഗിക്കാം. അതായത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സ്റ്റഡി, സീരിയസ് ആയിട്ട് പഠിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നെവർ ലെറ്റ് എ നമ്പർ ഡിസൈഡ് യുവർ വാല്യൂ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു താക്കോലാണ്. സെവറൽ ഓപ്പർച്യൂണിറ്റീസ് അൺലോക്ക് ചെയ്യുന്ന, നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മാന്ത്രിക താക്കോലാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഭയങ്കര ഡോക്ടർ, നല്ല അറിവുള്ള ഒരു ഡോക്ടർ, ഇപ്പോഴും സൊസൈറ്റി ഒരു ഡിഗ്നിറ്റിയോടെ ആയിരിക്കും അദ്ദേഹത്തെ കാണുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് അയാൾക്ക് കൊടുക്കും. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. അതൊരു ഒരു വില തന്നെയാണ്. എന്താണ്, നമ്മുടെ സക്സസിലേക്ക് നമ്മളെ നയിക്കാനുള്ള ഒരു വെളിച്ചമാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ബിക്കം ഇൻഡിപെൻഡന്റ്, മേക്ക് വൈസ് ഡിസിഷൻസ് ഇൻ ലൈഫ്. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ജീവിതത്തിൽ വൈസ് ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്നത് അറിയാമോ? ഞാൻ പറയാം. ഹെൽത്തിന്റെ കേസായാലും, മണി മാനേജ്മെന്റിന്റെ കേസായാലും, കരിയർ, റിലേഷൻഷിപ്പ്, ഡെയിലി ലൈഫ്, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലും എഡ്യൂക്കേഷന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിലുണ്ട്.
നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഹെൽത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സണ് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ്, ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ്, ഈ ഹാംഫുൾ ആയിട്ടുള്ള ഡ്രഗ് അഡിക്ഷൻ അങ്ങനെയുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ സഹായിക്കും അല്ലെ. അതുപോലെ മണി മാനേജ്മെന്റ്, ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ബഡ്ജറ്റ്, എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് സേവ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, സ്കാംസിൽ നിന്ന് എങ്ങനെ ഒഴിവായി നിൽക്കാം, അതെല്ലാം ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സണിന് സാധിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ സ്കിൽസ്, അതിനെയൊക്കെ ബേസ് ചെയ്ത് സ്യൂട്ടബിൾ കരിയേഴ്സ് ചൂസ് ചെയ്യാനും അത് നമ്മളെ സഹായിക്കും. അതുപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ, എംപതി. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യാനുള്ള ഒരു സ്കിൽ നമുക്ക് ഇതിന് കിട്ടും എഡ്യൂക്കേഷനിലൂടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എംപതി എന്ന് ഞാൻ പറഞ്ഞു, നമ്മള് സമൂഹത്തിൽ കാണാറുള്ളതാണ്. പൊതുവെ ഒരു റിച്ച് എഡ്യൂക്കേറ്റഡ് മാൻ, എല്ലാരെയും അല്ല, അയാളെക്കാൾ കൂടുതൽ ദയയും കുറച്ച് എംപത്തറ്റിക് ആയിട്ടുള്ളത് നമ്മൾ കാണുന്നത് ഒരു പാവപ്പെട്ട, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ളവരാണ്. പക്ഷെ അത് നമ്മൾ മാറണം, അത് മാറ്റണം. കാരണം വി വാണ്ട് എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഹു ഈസ് വെൽ എഡ്യൂക്കേറ്റഡ് ഫ്രം ഹിസ് മൈൻഡ്, ഫ്രം ഹിസ് ഹേർട്ട്, ഫ്രം ഹിസ് സോൾ ആൻഡ് ബിഹേവിയർ. മനസ്സിലായോ? വിത്തൗട്ട് എംപതി, കൈൻഡ്നെസ്, എഡ്യൂക്കേഷൻ നമുക്ക് ചിലപ്പോൾ നമ്മളെ ഭയങ്കര അറിവുള്ളവനൊക്കെ ആക്കാം, പക്ഷേ നമുക്ക് ഒരു സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരാളായി മാറാൻ നമുക്ക് സാധിക്കണമെന്നില്ല. ആൻഡ് ഓൾസോ നോട്ട് മേക്ക് യു നെസസറിലി വൈസ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. മോറൽ എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അറിവ് ടെൽസ് us വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരിയെന്ന് നമുക്ക് പറഞ്ഞു തരും. പക്ഷേ എംപതി മോട്ടിവേറ്റ്സ് us ടു ഡു വാട്ട് ഈസ് റൈറ്റ്. എന്താണ് ശരി, അതാണ്. നമുക്ക് ഒരാളുടെ എംപതി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു. നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക, കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഈ ജാതി വിവേചനം അതെല്ലാം ഒരു തരത്തിൽ വിദ്യാഭ്യാസമാണ്. മറ്റുള്ളവരുടെ കമ്മ്യൂണിറ്റീസ് മറ്റ് അറിയാലോ, അതിനെക്കുറിച്ചെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. മുൻധാരണകൾ വെക്കാതിരിക്കുക, റിഡ്യൂസ് പ്രെജുഡിസ്. അതുപോലെ എന്താണ്, ഓരോ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്. നമ്മൾ പഠിക്കുന്ന ഓരോന്നും വിദ്യാഭ്യാസമാണ്. എന്താണ്, ഇപ്പൊ ഞാനൊരു ഒരു നല്ലൊരു ക്വാളിറ്റി വീഡിയോ കാണുന്നു യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ ഒരു വീട് പണി, കൺസ്ട്രക്ഷന്റെ എന്തെങ്കിലും ഒരു അടിസ്ഥാനം കിട്ടുന്ന, ഫൗണ്ടേഷൻ കിട്ടുന്നതിന്റെ എന്തുവാ ക്ലാസ് കാണുക, ചുമ്മാ കാണുക, ഒരു കുട്ടിയാ ചുമ്മാ കാണുക, അതൊരു അറിവാണ്, അതൊരു വിദ്യാഭ്യാസമാണ്, നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപകാരപ്പെടും. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബുക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ മോറൽ എഡ്യൂക്കേഷൻ, അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് എന്തായാലും കൊടുക്കുക. ക്വാളിറ്റി എഡ്യൂക്കേഷൻ. മാർക്സ് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, മാർക്സ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ നമ്മുടെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നതാവരുത്. സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ആൻഡ് ഓൾസോ ഒരു എഡ്യൂക്കേറ്റഡ്, ഇപ്പൊ നിങ്ങളെല്ലാം പഠിച്ച് നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല മോറൽ, നിങ്ങളെല്ലാം നല്ല എന്താണ് എംപത്തറ്റിക് ആയിട്ടുള്ള, കൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും, എന്ത് ഹെൽത്തിയർ ആയിരിക്കും ആ ഒരു സൊസൈറ്റി, എന്ത് ക്രിയേറ്റീവ് ആയിരിക്കും, എന്തൊക്കെ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അല്ലെ, പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം, നമ്മുടെ ക്രിട്ടിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന സാധനമാണ്. അതുപോലെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ക്യാൻ ഹെൽപ്പ് ഫോർ അവർ ഫിസിക്കൽ ഡെവലപ്മെന്റ്, എക്കോണമിക് ഡെവലപ്മെന്റ്, ഞാൻ പറഞ്ഞതാണ്, ഈ പറഞ്ഞ കാര്യങ്ങളാണ്. കൾച്ചറൽ ഡെവലപ്മെന്റ്, ആർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഒരു വളരെ സൂപ്പർ സാധനമാണ് എഡ്യൂക്കേഷൻ. ലാസ്റ്റ്ലി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇതുമായി അനുബന്ധിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കോട്ടാണ്. എഡ്യൂക്കേഷൻ, ഞാൻ ഒന്ന് പറയാം, എഡ്യൂക്കേഷൻ is not the learning of facts but the training of the mind to think. ഒന്നുകൂടെ പറയാം, എഡ്യൂക്കേഷൻ is not the learning of facts but the training of the mind to think. ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്കുക. അത്രമേ എനിക്ക് ചുരുക്കി പറയാനുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ ബുക്കിൽ മാത്രം ഒതുങ്ങരുത്, ഒരു പുസ്തകപ്പുഴു ആവരുത്. നമ്മുടെ സമൂഹത്തെ അറിയാൻ ശ്രമിക്കുക, നമ്മുടെ സമൂഹത്തിന് എന്താണ് വേണ്ടതെന്ന് അറിയാൻ ശ്രമിക്കുക. നമ്മുടെ ഇൻട്രസ്റ്റ്, സ്കില്ലിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റുന്ന ഭയങ്കര സൂപ്പർ സാധനമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്ത് തോന്നുന്നു? ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ. താങ്ക് യു.